ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും അല്ലേ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അമ്മച്ചിയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്ന സന്തോഷത്തിലാകട്ടോ ഞങ്ങളെല്ലാവരും. അമ്മച്ചി അങ്ങനെയൊക്കെ തന്നെയാകട്ടോ. അമ്മച്ചിക്ക് മിണ്ടാൻ പറ്റത്തില്ലെങ്കിലും അവരെ കണ്ട ഉടനെ അമ്മച്ചി ഭയങ്കരമായിട്ട് കരയുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഒരു സന്തോഷമൊക്കെ ആയി കേട്ടോ. പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിപ്പോയി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിലും എൻ്റെ അമ്മച്ചിയുടെയൊക്കെ കാലഘട്ടത്തിലുമൊക്കെ നമുക്കൊരസുഖം വന്നാലും ഒരാൾ മരിച്ചാലും ഒക്കെ ചിലപ്പോൾ അടക്കവും കഴിഞ്ഞ് 15-ും 16-ൻ്റെ അന്നൊക്കെ ആയിരിക്കും നമ്മുടെ ബന്ധുക്കൾ തൊട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ വരെയും വന്നെത്തുന്നത്. കാരണം അന്നെന്ന് പറഞ്ഞാൽ ഈ ഫോൺ സൗകര്യവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിനും നമ്മൾ എഴുത്താണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെ കടകളിലും ഒക്കെ അന്ന് ഇല്ലൻ്റ് കിട്ടും. ഇല്ലൻ്റ് മേടിച്ചുകൊണ്ട് വന്നിരുന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുത്ത് ഇട്ടാണ് നമ്മൾ ഓരോരുത്തരെയും അറിയിച്ചുകൊണ്ട്. ആ എഴുത്തൊക്കെ ചിലപ്പം കിട്ടണമെങ്കിൽ 10 ദിവസമോ അല്ലെ 7 ദിവസമൊക്കെ കഴിഞ്ഞാണ് എഴുത്ത് കിട്ടുന്നത്. ആ എഴുത്ത് കിട്ടി അവരത് പൊട്ടിച്ച് വായിക്കുമ്പോഴത്തേനും ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇടുക്കിയിലോട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ടൗണിലോട്ടും പട്ടണത്തിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം അടിക്കും എന്ന് പറയും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒട്ട് അടിച്ചിട്ടുമില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല കേട്ടോ. ടെലിഗ്രാം അടിച്ചു അല്ലെ ടെലിഗ്രാം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇന്നത്തെ കാലഘട്ടത്ത് അങ്ങനെയല്ല. ഒരു മൊബൈലുണ്ടോ, നമുക്ക് ലോകത്തിൻ്റെ കോണിൽ എവിടെ ഇരുന്നാലും ആർക്കെപ്പം വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. നമുക്ക് പരസ്പരം പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തെല്ലാം സൗകര്യങ്ങളാ അല്ലേ? എന്നാലും അമ്മച്ചി ഒരാഗ്രഹം പറഞ്ഞു. വേണുവൊക്കെ ഖത്തറിലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സച്ചിച്ചിയുടെ മക്കളൊക്കെ. അവരെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം അമ്മച്ചിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആഗ്രഹം അവൻ്റെ മോളെ കാണണമെന്നായിരുന്നേ. അപ്പം മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ ഉടനെ അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് കേട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവൻ കൊച്ചും ഒക്കെ ആയിട്ട് വന്ന് അവരെല്ലാവരും കൂടെ വന്ന് അമ്മച്ചീനെ കണ്ടു. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമായിരുന്നു അമ്മച്ചിക്ക്. കൊച്ചിനെ കണ്ടപ്പോഴത്തേനും സന്തോഷവും കരച്ചിലും എല്ലാം കൂടെ അമ്മച്ചിക്ക് ഒരു ഫോണൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്ക് മൊബൈലും ടെലിഗ്രാമും എല്ലാം അങ്ങ് മാറ്റി അങ്ങ് വെച്ചാരിപ്പം. എല്ലാവരും മാറ്റി വെച്ചല്ലോ. നമുക്ക് ഇല്ലൻ്റ് വേണ്ട. ഇപ്പം ഇല്ലൻ്റിന് കിട്ടുമോയെന്ന് പോലും നമുക്കറിയത്തില്ല. നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കുക. ഇപ്പം വൈറ്റ് പേപ്പറൊന്നും പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കാണിച്ച് പിന്നെ അത്രയും കൂടെ സമയം നിങ്ങളുടെ കളയണ്ടല്ലോ. ഒരു വൈറ്റ് പേപ്പർ, എഴുത്തോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വൃത്തിയായിട്ടുള്ളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ച മഷിപ്പേനയും നിങ്ങളങ്ങോട്ട് എടുത്തോളൂ. എന്ന് വെച്ചിട്ട് ഇത് വരയുള്ള പേപ്പറൊന്നും എടുക്കരുത്. എക്സാം പേപ്പറിൽ പിള്ളേർ പഠിക്കുമ്പോൾ ഇങ്ങനെ വരയിട്ട പേപ്പർ ഉണ്ടല്ലോ, അതെടുക്കരുത്. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പേപ്പർ എടുക്കുക. നമുക്ക് ഈ എഴുത്ത് ആർക്കായി എഴുതേണ്ടത് ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ആവശ്യമുള്ളവരുടെ പേരല്ലേ എഴുതുന്നത്. നമ്മൾ ആവശ്യം ചോദിക്കുമ്പോൾ അവരുടെ പേരാണ് എഴുതുന്നത്. എത്രയും സ്നേഹം നിറഞ്ഞ ഇന്നയാൾ അറിയുന്നതിന്, അല്ലെ എത്രയും പ്രിയപ്പെട്ടയാൾ അറിയുന്നതിനെന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ പണ്ടൊക്കെ എഴുത്ത് തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അതുപോലെ ഒരു എഴുത്താം. ആരെയാ? എത്രയും സ്നേഹം നിറഞ്ഞ സർവേശ്വരൻ അറിയുന്നതിന്, അല്ലെങ്കിൽ യേശു ക്രിസ്തു അറിയുന്നതിന്, അല്ലെങ്കിൽ അള്ളാഹു അറിയുന്നതിന്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അറിയുന്നതിന്. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത് ആ ദൈവത്തിന് നമുക്കൊരു ലെറ്റർ എഴുതിയാക്കാം. നിങ്ങളുടെ ഏത് പ്രശ്നവും നിങ്ങൾക്ക് ഈ ലെറ്ററിൽ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരംഭത്തിൽ തന്നെ നമ്മൾ എഴുതുമ്പം നമ്മളിവിടെ ഒരു ക്യാപ്പ് ഇട്ടിട്ട്, അറിയാമല്ലോ എഴുത്തെഴുതുന്നത്, എത്രയും സ്നേഹം നിറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ എത്രയും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭക്തിയോടെ പൂജിക്കുന്ന എൻ്റെ ഈശ്വരൻ അറിയുന്നതിന്, അല്ലെ ഗുരുവായൂരപ്പൻ അറിയുന്നതിന്. ഗുരുവായൂരപ്പ, ഞാൻ അങ്ങോട്ട് സുഖമാണോ എന്നൊന്നും ചോദിക്കണ്ടല്ലോ. മനുഷ്യരായ ഞങ്ങൾക്കല്ലേ സുഖവും ദുഃഖങ്ങളും ഒക്കെ ഉള്ളത്. നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു കാലഘട്ടത്തിൽ ദുഃഖവും സുഖവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴതൊന്നുമില്ലല്ലോ. ഇപ്പം അതെല്ലാം ഞങ്ങൾക്കല്ലേ കിട്ടിയത്. അതെല്ലാം ഞങ്ങൾക്ക് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് തന്നിട്ടല്ലേ ഭഗവാനെ പോയത്. അപ്പം ഞങ്ങൾക്കിവിടെ എന്താണ് നിങ്ങളുടെ വിഷയം? അപ്പം ഭഗവാനെ, ഞങ്ങൾക്ക് ഇവിടെ ഇന്ന ബുദ്ധിമുട്ടാണ്, ഞാനിപ്പം കടഭാരം കൊണ്ട് വലിയുന്നു. എന്നുവെച്ചിട്ട് എന്ത് പറയണം? എനിക്ക് 50,000-ഓ 50 ലക്ഷമോ അല്ലെ 2 ലക്ഷമോ നിങ്ങളുടെ ബാധ്യത എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കടം കൊടുത്തത് തിരിച്ചു കിട്ടാനോ, അല്ലെ ഒരു വസ്തു വിൽപ്പന നടക്കാനോ, അല്ലെങ്കിൽ ഭഗവാനെ, അല്ലെ കർത്താവെ, എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല, പല ആലോചനകളും വന്നിട്ട് മുടങ്ങിപ്പോകുന്നു, കാരണം എന്താണെന്ന് അറിയത്തില്ല, അവിടുന്ന് എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടുന്ന് മുന്നിട്ട് നിന്ന് ഇത് നടത്തിത്തരണം. നിങ്ങൾ ഏത് ദൈവത്തിനോടാണോ വിളിക്കുന്നത് ആ ദൈവത്തിന് നമ്മൾ ഇതിങ്ങനെ എഴുതുക. എഴുതിയേച്ചും കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോഴെല്ലാം ഭയഭക്തി ബഹുമാനത്തോടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് വേണം എഴുതാനായിട്ട്. അതും പച്ച മഷി കൊണ്ട് വേണം എഴുതാനായിട്ട്.
എഴുതുമ്പോഴെല്ലാം നമ്മൾ മനസ്സിൽ പ്രാർത്ഥനയോടെ തന്നെ വേണം എഴുതാനായിട്ട്. ഈ മഷി കൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി വേണം എഴുതാനായിട്ട്. പ്രിയപ്പെട്ട ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ ദൈവം എന്നല്ലേ പറയുന്നത്. യേശുവിനെയും അള്ളാഹുവിനെയും ഹിന്ദുക്കളുടെ ദൈവം ഒരുപാടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ദൈവം എന്നങ്ങ് പറഞ്ഞേക്കാം. സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവം അറിയുന്നതിന് ദൈവത്തിന് വിശേഷങ്ങളൊന്നുമില്ലെന്നറിയാം. പക്ഷേങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം കാണണം. ദൈവമേ, എനിക്കൊരു 2 ലക്ഷം രൂപ തന്ന് എന്നെ അവിടുന്ന് സഹായിക്കണം. ഇതൊരു വായ്പയായിട്ട് കണക്ക് കൂട്ടരുത്, ഇത് ദൈവം എനിക്ക് ഫ്രീ ആയിട്ട് തന്നതായിരിക്കണം എന്നും പറഞ്ഞ് നമ്മൾ ഈ ലെറ്റർ എഴുതി തുടങ്ങുക. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് ലെറ്റർ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ദൈവമേ, എനിക്ക് ഈ കാശ് അവിടുന്ന് അയച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എഴുത്തൻ്റെ ദൈവം വായിച്ചു, എൻ്റെ ഈ ആവശ്യം എൻ്റെ ദൈവം മനസ്സിലാക്കി അവിടുന്ന് ഇപ്പോൾ തന്നെ എനിക്ക് ഈ കാശ് അയച്ചു തന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ദിവസം തന്നെ ഈ കാശുമായിട്ട് എൻ്റെ ആവശ്യം നിറവേറ്റുന്നതാണ് ദൈവമേ. എന്നും ഞാൻ എൻ്റെ ദൈവത്തോട് കടപ്പാടുള്ളതായിരിക്കും. എന്നും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ഈ ദൈവം ചെയ്തു തന്ന ഉപകാരം ഞാൻ ഓർക്കും. മറ്റുള്ളവരോടും ഞാൻ ഇതുപോലെ എൻ്റെ ദൈവത്തിന് ഒരു ലെറ്റർ എഴുതിയിട്ട് നമ്മുടെ ആവശ്യം പറയാനായിട്ട് ഞാൻ അവരോടും പറയും. ഇതെനിക്ക് ദൈവം തന്ന എൻ്റെ കടബാധ്യതകൾ മാറ്റിത്തന്ന, അല്ലെ എൻ്റെ മകളുടെ കല്യാണം നടത്തിത്തന്ന, അല്ലെ എൻ്റെ വസ്തുവിൽപ്പന നടത്തിത്തന്ന ദൈവത്തിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും രഹസ്യമായിട്ട് വയ്ക്കില്ല. മറ്റുള്ളവർക്കും എനിക്ക് കിട്ടിയതുപോലെ ഈ ഗുണം കിട്ടാൻ ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും. ദൈവമേ, എൻ്റെ ഈ അപേക്ഷ കേട്ടല്ലോ. അവിടുന്ന് സ്നേഹപൂർവ്വം നമ്മുടെ പേരെഴുതിയ, സ്നേഹപൂർവ്വം എൻ്റെ പേര് രജനി KN എന്നാണ്. അപ്പം എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് രജനി എന്ന് കഴിഞ്ഞാൽ വയലാർ എന്നുള്ളത്. പക്ഷെ ഞാൻ എഴുതുമ്പം വയലാർ വിട്ടു. എൻ്റെ ഫുൾ നെയിമാണ് എഴുതുന്നത്, രജനി KN എന്ന്. നമ്മൾ അടിയിലൊരു ഒപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഇല്ലൻ്റ് മടക്കി പിറക്കി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയത് നമ്മൾ മടക്കി കൊണ്ടുപോയി നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ദൈവത്തിൻ്റെ, ഇത് അവിടെ ഇവിടെയും കിടക്കുന്നിടത്ത് ഒന്നും ഈ ലെറ്റർ വെക്കരുത്. ഇത് ശുദ്ധവൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഈ ലെറ്റർ വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഇത് തൊടാനോ എടുക്കാനോ ഒന്നും പോകരുത്. ഇത് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ എപ്പോഴേക്കുന്നു ആ സമയം തൊട്ട് വൈകിട്ട് 11:30 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ അരമണിക്കൂർ നേരം ഒന്നും നിങ്ങൾ ഇരിക്കേണ്ട. ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് നിങ്ങളെ ആരും പുറത്തു നിന്നുള്ളവർ വന്ന് വിളിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇടയാകരുത്. നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് പോയി സ്വസ്ഥമായിട്ടിരുന്ന് വേണം ഇത് എഴുതാനായിട്ട്. നിങ്ങളുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ ഒന്നും ചെയ്യരുത്. വേറെ ആലോചന ഒന്നും ചെയ്യരുത്. നമ്മളൊക്കെ പണ്ടൊക്കെ, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും പ്രേമമൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എത്ര ശ്രദ്ധയോടെയായിരുന്നു നിങ്ങൾ സുരക്ഷിതമായിട്ടാണ്, ആരും കണ്ടുപിടിക്കരുതെന്ന് ഓർത്തുകൊണ്ടിരുന്നുകൊണ്ട് ഓരോരുത്തരും ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. എല്ലാവർക്കും അങ്ങനെയൊന്നും ലെറ്ററൊന്നും എഴുതേണ്ടി വന്നിട്ടുണ്ടാവില്ല കേട്ടോ. എനിക്ക് എഴുതേണ്ടി വന്നിട്ടുമില്ല, എനിക്കൊട്ട് കിട്ടിയിട്ടുമില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു വായിക്കും കൊള്ളത്തില്ലായിരുന്നു. ഒരു മുരിഞ്ചുമൊക്കെ പിടിച്ച് കരിഞ്ഞു പുകഞ്ഞു പൊട്ടിപ്പൊടിഞ്ഞൊക്കെ ഇരുന്നായിരുന്നു ഞാനായിരുന്നു. ഇപ്പോഴാകട്ടോ ഞാനിപ്പോൾ ഇത്രയൊക്കെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. ചിലപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ കാണും ഫോൺ വിളിച്ച് കറങ്ങി ആരും കേൾക്കാത്ത സ്ഥലത്തൊക്കെ പോയി നിന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞോൾക്ക്. ഇതും വളരെ രഹസ്യമായിട്ടിരുന്ന് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതും 7 ദിവസം നമ്മൾ നമ്മുടെ സർവ്വശക്തനായ ദൈവത്തിന് ലെറ്റർ എഴുതണം. എത്രയാ സ്നേഹത്തോടെയുള്ള ഒരു ലെറ്റർ. അപ്പോൾ ആ ലെറ്റർ നമ്മൾ എഴുതുമ്പം സ്നേഹവും ആയിരിക്കണം, ബഹുമാനവും ആ ലെറ്ററിൽ ഉണ്ടായിരിക്കണം. പക്ഷേങ്കിൽ നമ്മുടെ ആവശ്യം അവിടെ ബോധിപ്പിക്കണം. ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്നല്ലേ. ആവശ്യവും അത്യാവശ്യവും രണ്ടാണ്. നമ്മുടെ ഈ ലെറ്ററിൽ നമ്മുടെ അത്യാവശ്യമായിരിക്കണം എഴുതാനായിട്ട്. ദൈവത്തിന് ഈ ലെറ്റർ കിട്ടുമ്പം തന്നെ അവിടുന്ന് ഒട്ടനടി അവിടുന്ന് നമുക്ക് മറുപടി കിട്ടണം. നമ്മുടെ ആവശ്യം സാധിച്ച് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ലെറ്റർ നിങ്ങൾ ദൈവത്തിന് എഴുതിക്കണം കേട്ടോ. എന്നുവെച്ചിട്ട് ലെറ്റർ മടക്കിയിട്ട് എന്ത് ചെയ്യണം, ഫ്രം നമ്മുടെ പേര് വയ്ക്കുക, ടൂവ് ദൈവം, ടൂവ് എന്ന് എഴുതിയിട്ട് ദൈവം. അല്ലെ നിങ്ങൾ ക്രിസ്തുവിനാണ് യേശു ക്രിസ്തു, അല്ലെ കൃഷ്ണനാണ് കൃഷ്ണൻ, ടു കൃഷ്ണൻ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും മനസ്സിൽ ഒരമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ സ്ഥലം ഓർത്തുകൊണ്ട് ആ അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് വയ്ക്കുക. ഇപ്പം ഞാൻ വയ്ക്കുവാണെങ്കിൽ എന്താ, ടു കൃഷ്ണൻ, വയലാർ കവല
അമ്പലത്തിൻ്റെ ഒരു പേരെഴുതും, രാജരാജേശ്വരി അമ്പലത്തിൻ്റെയോ അതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ദേവിയുടെ അമ്പലത്തിൻ്റെ പേര് നമ്മുടെ തൊട്ടടുത്തുള്ളതുകൊണ്ടങ്ങ് പറഞ്ഞതാണ്. ഇപ്പം ദേവിക്ക് വേണമെങ്കിലും നമുക്ക് എഴുതാം, ഭദ്രകാളിക്ക് എഴുതാം, സരസ്വതിക്ക് എഴുതാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ദൈവത്തിന് ആർക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് വേണം നമ്മൾ ഇത് ഭദ്രമായിട്ട് വെക്കാൻ. ഇങ്ങനെ നിങ്ങൾ 7 ദിവസവും മുടങ്ങാതെ ഈ ലെറ്റർ ഇറച്ചിയോ മീനോ മുട്ടയോ എല്ലാം കഴിച്ചു, ഒരു കുഴപ്പവുമില്ല. ഇത് എഴുതുന്ന സമയത്ത് കുളിച്ച് വൃത്തിയായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നും വേണ്ട. നിങ്ങൾ രാവിലെ എപ്പോഴെഴുന്നേക്കുന്നു, വൈകിട്ട് 11:30 വരെ വൈകിട്ട് നിങ്ങൾക്ക് സമയം ഇതിനുള്ളിൽ എഴുതണം. ഒറ്റ ദിവസം പോലും നിങ്ങൾ മുടക്കം വരുത്താനും പാടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.